നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പന്തോറയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായ രണ്ടാം റൗണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് ദക്ഷിണാഫ്രിക്ക മത്സരം ആവേശകരമായ ഒരു മത്സരം, ഒരു കിടിലൻ മത്സരമായിരുന്നു. എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ ടീമിന്റെ കരുത്ത് അവർ വീണ്ടും തെളിയിച്ചു. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ഒരു ഫുട്ബോളാണ് ദക്ഷിണാഫ്രിക്ക കളിച്ചത്. അവർ ജയിക്കേണ്ട മത്സരമായിരുന്നു, പക്ഷേ ഒരു സമനിലയിലേക്ക് അത് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. 1-1 ഒരുപാട് ഗോൾ അടിക്കാൻ ഉള്ള അവസരം ലഭിച്ചിരുന്നു. അതെ, മുഖീന എന്ന് പറഞ്ഞ പ്ലെയറുടെ കാര്യം എടുത്തു പറയണം. ഈ മത്സരത്തിൽ ഉടനീളം അദ്ദേഹം ഗംഭീരമായി കളിച്ചു. അവസാനം ലഭിച്ചൊരു പെനാൽറ്റിയും അദ്ദേഹം തന്നെ വലയിലെത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമനില, ജയത്തോളം പോകുന്നൊരു സമനില എന്നൊക്കെ പറയാം. കാരണം യൂറോപ്യൻ ടീമിനെയാണ് സമനില. അദ്ദേഹത്തിന് പക്ഷേ 2 യെല്ലോ കാർഡ് കിട്ടി. നഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു ഇനി ദക്ഷിണാഫ്രിക്കയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക പാടായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ 4ാം സ്ഥാനക്കാരാണ്. ഒരു മത്സരം തോറ്റു അവർ, ഒരു മത്സരം സമനിലയായി. ഇപ്പൊ അടുത്ത മത്സരം ജയിച്ചാലും അവരുടെ സാധ്യത എത്രത്തോളമാണെന്ന് നമ്മൾ മറ്റ് ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, എന്തായാലും ആ മത്സരം സമനിലയിലായി. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മൈക്കൽ സാദിലക്കിലൂടെ ചെക്ക് റിപ്പബ്ലിക്കാണ് മുന്നിലെത്തിയത്. ആദ്യം 83ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച് മൊക്കീനയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് സമനില നേടിക്കൊടുത്തത്. നിലവിൽ ഗ്രൂപ്പ് എയിൽ ചെക്ക് റിപ്പബ്ലിക് 3ാമതും ദക്ഷിണാഫ്രിക്ക 4ാമതുമാണ്. ഇന്ന് പുലർച്ചെ നടക്കുന്ന മറ്റു മത്സരങ്ങളിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. ഖത്തർ കാനഡയെയും നേരിടും. രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോയ്ക്ക് ദക്ഷിണ കൊറിയയാണ് എതിരാളികളൊക്കെ.